സ്വാഗതം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സി ജോസഫ് അച്ഛൻ 1998-2001 പീരീഡിൽ ഈ ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട അച്ഛനാണ്. ഒരു മാസമായി അച്ഛൻ ഹ്യൂസ്റ്റണിലുണ്ട്. അച്ഛൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഡാളസിലും ഹ്യൂസ്റ്റണിലുമൊക്കെയായി താമസിക്കുന്നു. അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് അച്ഛൻ ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയും ഈ സന്ധ്യയിൽ നമ്മളോടുകൂടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോർജ് ചെറിയാൻ സാറിനെ ഒരിക്കൽ കൂടെ നമ്മുടെ മധ്യയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഗായക സംഘത്തെ സ്വാഗതം ചെയ്യുന്നു. സഹോദരി ഇടവകളിൽ നിന്നും സഭകളിൽ നിന്നും വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെയും ഇന്ന് സന്ധ്യയിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിൻ്റെ 2 സ്റ്റാൻസ പാടും. അതിനുശേഷം ഡോക്ടർ ജോർജ് ചെറിയാൻ സാറ് ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും ബഹുമാനമുള്ള സാം കെ ഈശോ അച്ഛൻ, ജീവൻ ജോൺ അച്ഛൻ, പ്രിയമുള്ള സി ജോസഫ് അച്ഛൻ, കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഇടവക മിഷൻ്റെ
സെക്രട്ടറി, ചുമതലക്കാർ, വിശ്വാസ സമൂഹം, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മൂന്നാമത്തെ രാത്രിയിൽ നമുക്ക് ദൈവവചനം ഒരുമിച്ച് കേൾക്കുവാൻ കർത്താവിടെയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം 2 ശമൂവേലാണ്. 1-ാമത്തെ അധ്യായമാണ് വായിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 2 സന്ദേശത്തിൽ ചിന്തിച്ചത് ആറ്റിറ്റ്യൂഡ് ഓഫ് എ സ്പിരിറ്റ് ഫിൽഡ് മാൻ, ആത്മനിറവിൽ അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നൊരു വിശ്വാസിയിൽ കാണേണ്ട മനോഭാവം എന്താകുന്നു എന്നാണ് ചിന്തിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് അതിൻ്റെ തുടർച്ചയായി ഈ 2 ശമൂവേൽ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ എനിമി ഫോഴ്സ്, നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് താഴ്ചകളും വീഴ്ചകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാനായി താല്പര്യപ്പെടുന്നു. When enemy loses or when enemy is destroyed or enemy dies, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾക്ക് വീഴ്ചയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ മനോഭാവം, വിശ്വാസിയുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ചില അനുഭവ പാഠങ്ങൾ നമുക്ക് പിന്തുടരാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കാൻ നീ കൃപ തരുന്നു. നിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്, ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. സന്ധികളെയും മജ്ജകളെയും തുളച്ചു കയറി ഞങ്ങളുടെ ചിന്തനങ്ങളെയൊക്കെ വേർതിരിക്കുന്നതാണല്ലോ. അടിയങ്ങളോട് സംസാരിക്കണേ. ദൈവവചനം ശുശ്രൂഷിപ്പാൻ അടിയൻ്റെ അധരത്തിന് ശക്തി തരണേ, ഹൃദയത്തിന് ശുദ്ധിയും തരണം. കർത്താവ് മഹത്വം എടുക്കണം. ക്രൂസിൻ്റെ മറവിൽ നിർത്തിക്കാട്ടെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നാം കാണുന്നത് ശൗലിൻ്റെ മരണമാണ്. അത് 1 ശമൂവേൽ 31-ാമത്തെ അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ്. 31-ാമത്തെ അധ്യായം വായിക്കുകയും 2-ാമത്തെ അധ്യായത്തിൽ 2 ശമൂവേലിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുകയും ചെയ്താൽ 2 തരത്തിലുള്ള കഥയാണ് നമുക്ക് കാണാനൊക്കെ. രണ്ടും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവിത സംഭവങ്ങളെക്കുറിച്ച് അക്കാലത്ത് പോലും ഒരു കഥയല്ല. ഇറ്റ്സ് നോട്ട് വൺ സ്റ്റോറി, ദർ ആർ സെവറൽ സ്റ്റോറീസ്. അപ്പോൾ ദാവീദിൻ്റെ കാലത്ത് പോലും ശൗലിൻ്റെ വീഴ്ചയെക്കുറിച്ച് ആദ്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കിരീടം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ എന്ന അദ്ദേഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നല്ലതാണ്. എ മാൻ ഹു ലോസ്റ്റ് ഹിസ് ക്രൗൺ. തലമുറയ്ക്ക് ദൈവം കൊടുത്തിരുന്ന അനുഗ്രഹം കൈമാറാൻ കഴിയാതെ ജീവിതത്തിൽ ദൈവം നൽകിയ കിരീടത്തെ നഷ്ടപ്പെടുത്തിയ ഭക്തൻ. എത്ര വലിയ അനുഗ്രഹത്തോടു കൂടിയാണ് ദൈവം ജീവിതം ആരംഭിക്കാൻ കൃപ കൊടുത്തത്. ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവ്. വേണ്ടുന്നതെല്ലാം ദൈവം നൽകി. ആളത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ദൈവത്തിൻ്റെ അഭിഷേകം, പ്രവാചകൻ്റെ എൻഡോഴ്സ്മെൻറ്റ്, അതെല്ലാം നൽകി എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നൽകി. പ്രവാചകന്മാരുടെ കൂട്ടത്തിലും പോലും ശൗലുണ്ടോ എന്ന് തോന്നുമാറ് പ്രവചനവരം പോലും കൊടുത്ത് അനുഗ്രഹിച്ചൊരു മനുഷ്യനാണ് ശൗൽ. എന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ദൈവത്തെ അനുസരിക്കാത്തത് നിമിത്തം, ഡിസൊബീഡിയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തോൽവി. കർത്താവ് കൽപ്പിച്ചത് അനുസരിക്കാത്തത് നിമിത്തം. അതുമാത്രമല്ല, അനുസരണക്കേട് കാണിച്ചിട്ട് അനുദപിക്കാത്തത് നിമിത്തം. അതാണ് ഗ്രേറ്റർ ഫെയിലിയർ എന്ന് നാം ഓർക്കണം. വീഴ്ചകൾ വരാത്തവരാരുമില്ല. നാം എല്ലാവരും വീഴ്ചകളിൽ പോകാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ വീഴ്ചകൾ വരുമ്പോൾ അവിടെ നിന്ന് ഒന്ന് അബൌട്ട് ടേൺ നടത്തുവാൻ, അനുദപിച്ച് മടങ്ങി വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും അവസരം തരുന്നു എന്നുള്ളത്
ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യ പദവിയാണ്. അതായത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വാഹനത്തിന് റിവേഴ്സ് ഗിയർ ഇല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്നത്, ഈ വാഹനം കൊണ്ടിറക്കുന്നത് തന്നെ നമ്മളൊന്ന് മടിക്കും. എ വെഹിക്കിൾ വിത്തൗട്ട് എ റിവേഴ്സ് ഗിയർ, യു ടേൺ എടുക്കാൻ നമുക്ക് സൗകര്യമില്ലാത്ത ഒരു യാത്രയാണെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും മടിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ റിവേഴ്സ് ചെയ്യാനും യു ടേൺ ചെയ്യാനും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ആത്മീകമായി വഴി ഒരുക്കിയിട്ടുണ്ടല്ലോ. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഇത് രണ്ടും ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് മറുതലിച്ച് തൻ്റെ പാപത്തിൽ തുടർന്നു. ഈ കണ്ടിന്യൂഡ് ഇൻ ഹിസ് സിൻ, ദൈവത്തോടുള്ള മറുതലിപ്പിൽ തുടർന്നു പോയതുകൊണ്ട് തൻ്റെ ജീവിതം വളരെ പരിതാപകരമായി അവസാനിച്ചു. അദ്ദേഹം ഇങ്ങനെ ഒരു മരണം അടഞ്ഞു എന്നുള്ളതല്ല, എല്ലാവരും മരണമടയുന്നു. എന്നാൽ അദ്ദേഹം മരണമടയുന്നതിനൊക്കെ മുമ്പ് 40 സംവത്സരക്കാലം ഇസ്രയേലിൽ രാജാവായിരുന്നെങ്കിലും ദൈവം രാജാവായിരിക്കുമ്പോൾ തന്നെ തമ്പുരാൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞിരുന്നു. ഗോഡ് ഹാഡ് റിജക്റ്റഡ് ഹിം. അപ്പോൾ ഓർക്കണം, ഈ ചിലരെയൊക്കെ ദൈവം മാറ്റി നിർത്തി കഴിയുമ്പോൾ പദവിയിൽ തുടരുന്നെങ്കിലും തമ്പുരാൻ അവരെ മാറ്റിക്കളഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സീക്രട്ട്ലി ഹി വാസ് റിജക്റ്റഡ്, ബട്ട് പബ്ലിക്കലി ഹി റിമെയിൻഡ് ഇൻ ദി ഓഫീസ്. അത് അങ്ങനെ തുടർന്നുകൊണ്ട് പോയെങ്കിലും മടങ്ങി വരാൻ അദ്ദേഹത്തിനൊരു അവസരം പല പ്രാവശ്യം ദൈവം കൊടുത്തു. അതിനാണല്ലോ പ്രവാചക ശബ്ദം ദൈവത്തിൻ്റെ ദാസനായ ശമൂവേൽ വന്ന് നേരിട്ട് അവനോട് വീഴ്ചയെക്കുറിച്ച് സംസാരിച്ചു. ബട്ട് ഹി നെവർ റിപ്പൻറ്റഡ്. അതുകൊണ്ട് തൻ്റെ ജീവിതം, ദൈവ സാന്നിധ്യം തനിക്ക് നഷ്ടപ്പെട്ടു. അതാണ് ആദ്യത്തെ തൻ്റെ ജീവിതത്തിലെ നഷ്ടം. ഹീ ലോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ ഈ രോഗവും കഷ്ടവുമൊക്കെ കർത്താവ് നമുക്ക് പോകാനുള്ള അനുവാദം തരും, അങ്ങനെയുള്ള വഴിയെ കൂടെ. എന്നാൽ അങ്ങനെയൊക്കെയുള്ള വഴിയെ കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് ഒരു വലിയ ഭാഗ്യം തരുന്നുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണല്ലോ 23-ാം സങ്കീർത്തനം, കുരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ. ലോർഡ് യു ആർ വിത്ത് മീ, സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെയർ ഐ ഗോ, വാട്ട് ഐ ഗോ ത്രൂ. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. എന്നാൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോയി. തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന സമയത്ത് എന്താണ് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുമ്പോൾ മറുപടി ഒന്നുമില്ല. ഇവിടെ തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ് അവസാന കാലത്ത് പറയുന്നത്: സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ, അതായത് പഴയ നിയമകാലത്ത് അരുളപ്പാട് ചോദിക്കാനായി ദൈവം പൗരോഹിത്യത്തിൽ കൊടുത്തിരുന്ന ചില കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊന്നും ദൈവം എന്നോട് മറുപടി പറയുന്നില്ല. ഹെവൻ ഈസ് ക്ലോസ്ഡ്. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ, വളരെ ഇരുണ്ട ഒരു അനുഭവത്തിൽ കൂടെ അദ്ദേഹം കടന്നുപോയി. അവസാനം മീഡിയമൊക്കെ ഉപയോഗിക്കേണ്ടതായി വന്നു. തൻ്റെ ജീവിതം പൈശാചിക ശക്തിയുടെ കീഴിലായി. എത്ര തകർന്ന ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവസാനം അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു. അതേ ജീവിതത്തിൻ്റെ പിന്മാറ്റത്തിൻ്റെ ഒരു തെളിവ് അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ ഇന്നലെ നാം ചിന്തിച്ചതുപോലെ യഹോവയുടെ യുദ്ധങ്ങൾ ചെയ്യേണ്ടതിന് പകരം, ദാറ്റ് ഈസ് വാട്ട് ദ കിങ് ഈസ് ഫോർ. എന്തിനാ രാജാവ്? ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ യഹോവയുടെ യുദ്ധങ്ങൾ ചെയ്യുവാൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലം മുഴുവൻ അദ്ദേഹം പോരാടിയത് അദ്ദേഹത്തിന് വിരോധമുണ്ടായിരുന്ന ദാവീദിനോടും ദാവീദിൻ്റെ കൂട്ടരോടും. ഹീ ഫോട്ട് ദ റോങ് എനിമി. ദൈവകൃപയിലല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്നാണെന്നറിയോ? നമ്മുടെ പോരാട്ടവും നമ്മുടെ മൽപ്പിടുത്തവും ഒക്കെ ചെയ്യേണ്ട സ്ഥലത്തല്ല. ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് ദ റൈറ്റ് ബാറ്റിൽ, വി ഫൈറ്റ് ദ റോങ് ബാറ്റിൽസ്. ഈ ചെയ്യരുതാത്ത ഈ ബാറ്റിൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടതായ യുദ്ധം വരുമ്പോൾ അതിനുള്ള ബലം നമുക്കില്ലാതെ പോകും. ഗോലിയാത്തിനോടുള്ള യുദ്ധത്തിലൊക്കെ അല്ലെങ്കിൽ ഫെലിസ്ത്യരോടൊക്കെയുള്ള യുദ്ധത്തിൽ തനിക്ക് വേണ്ടും വണ്ണം പോരാടാൻ കഴിയാതെ പോയതിൻ്റെ കാരണം അദ്ദേഹം ചെയ്യേണ്ട യുദ്ധമല്ല. അദ്ദേഹത്തിൻ്റെ എനർജി മുഴുവൻ ഈ വാസ് ഫൈറ്റിംഗ് ദ റോങ് ബാറ്റിൽ. അപ്പോൾ ഇതൊക്കെ ഇന്ന് രാത്രിയൊക്കെ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം.
എവിടെയാണ് നമ്മുടെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുന്നത് ഏറെ നല്ലതാണ്. അങ്ങനെ ജീവിച്ച് പരിതാപകരമായി അവസാനിച്ചു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൂത് തനിക്ക് ലഭിക്കുന്നു. 2 ചരിത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 ശമൂവേൽ 31 അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഫാക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, യുദ്ധം കഠിനമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുറിവേറ്റ് കഴിഞ്ഞപ്പോൾ ആയുധവാഹകനോട് പറഞ്ഞു, എന്നെ നീ യുദ്ധത്തിൽ അവർ എൻ്റെ പിന്നാലെ വരുന്നു, യുദ്ധം മുറുകുന്നു, എന്നെ നീ കൊന്നുകളയണം, കാരണം ഫെലിസ്ത്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, ലെറ്റ് മീ നോട്ട് ഫോൾ ഇൻ ടു ദ ഹാൻഡ് ഓഫ് ദ ഫിലിസ്ത്യൻ. അതുകൊണ്ട് ആയുധവാഹകനോട് പറഞ്ഞു, നീ എന്നെ കൊന്നുകളയണം. അന്ന് ഒരു നല്ല മനുഷ്യനായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹം ചെയ്തില്ല. ഹി ഡിഡ് നോട്ട് ഡു ഇറ്റ്. അപ്പോൾ തൻ്റെ വാളിൻ്റെ മേൽ തന്നെ വീണ് അവൻ മരിച്ചു. അങ്ങനെയാണ് നാം കാണുന്നത്. എന്നാൽ ഈ ദൂത് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ഒരു അമാലേക്കനാണ്. അമാലേക്കൻ ഓർത്തു ദാവീദിന് ഇതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കുമെന്ന്. കാരണം ഇത്രയും നാൾ തന്നെ ഇട്ട് ഓടിച്ച ഒരു മനുഷ്യനാണല്ലോ. കാടുകളിൽ പാർക്കേണ്ടതായി വന്നു, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം കഷ്ടങ്ങളിൽ കൂടെ പോകേണ്ടി വന്നു. അപ്പോൾ ഈ ദാവീദിന് ഇതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കുമെന്ന് കരുതി അമാലേക്കൻ ഓടി വരികയാണ്. അപ്പോൾ വന്നപ്പോഴേ ചോദിച്ചു, എന്താണ് സംഭവം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശൗലിനെ കണ്ടു, ശൗല് മുറിവേറ്റവനായിരിക്കുന്നത് കണ്ടു. ശൗൽ എന്നോട് പറഞ്ഞു, നീ വന്ന് എന്നെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. ഞാൻ പോയി അവനെ വെട്ടിക്കളഞ്ഞു. ദാവീദ് അത് നോട്ട് ചെയ്താ പറഞ്ഞ വാചകം. ഇന്നലെ നാം ചിന്തിച്ചതുപോലെ യഹോവയുടെ അഭിഷേകത്തിനെ വെട്ടി എന്നുള്ളത് ദാവീദ് നോട്ട് ചെയ്തു. എങ്കിലും അങ്ങനെ ഒരു ദൂതാണ് ദാവീദിന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലുള്ള എല്ലാ ഇൻസിഡൻസിനെ കുറിച്ചും വിവിധ തരത്തിലുള്ള ചരിത്രമാണ് പുറത്തു വരുന്നത്, ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് ദി സ്റ്റോറി. അപ്പോൾ അത് ദാവീദ് കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് സങ്കടപ്പെട്ടു, കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു. നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ പോകും. അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കൂടെ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നതായി കാണുന്നു. ഗോഡ്സ് ക്യാരക്ടർ, ഗോഡ്സ് ഹാർട്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വീഴ്ചയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കളുടെ വീഴ്ചയിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മൾ അത് വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എക്സ്പ്രഷൻ ഓഫ് ലവ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ, ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ടാക്സ് കളക്ടേഴ്സ് ലവിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്നേഹം അല്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞിട്ടില്ല എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, നിങ്ങളെ വെറുക്കുന്നവരെയും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും കൂടെ നിങ്ങൾ സ്നേഹിക്കണം. നമുക്ക് നോക്കാം, ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ, വിശേഷാൽ നമ്മെ ഉപദ്രവിച്ചവർ, നമ്മെ ദുഃഖിപ്പിച്ചവർ, നമുക്കെതിരായി പ്രവർത്തിച്ചവർക്കൊരു വീഴ്ച, ഒരു തോൽവി, ഒരു സങ്കടം വരുമ്പോൾ ന്യായമായി നമുക്കുണ്ടാകാവുന്ന പ്രതികരണം, ടെംപ്റ്റേഷൻ ആദ്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നാച്ചുറൽ ടെംപ്റ്റേഷൻ. ഒന്നാമത് സന്തോഷിക്കാൻ. ദർ ഈസ് എ ടെംപ്റ്റേഷൻ ടു റിജോയ്സ്. ഉറക്കെ പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിനകത്തൊരു ഹല്ലേലൂയ കോറസ് പാടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയോ നാളുകളായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ ഒരു കൊച്ചു സ്തോത്രം ചിലപ്പോൾ ഉറക്കെയും പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ കേൾക്കുന്ന ചില വാചകങ്ങൾ, ദൈവം ചെയ്യേണ്ടത് തക്ക സമയത്ത് ദൈവം ചെയ്തു, അതും നമ്മൾ പറയും. ഗോഡ് ഹാസ് ഡൺ വാട്ട് ഹി ഷുഡ് ഡു. അത് ദൈവം തൻ്റെ ജസ്റ്റിസ് ക്യാരി ഔട്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട്.
സദൃശവാക്യം 24:17 നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വെൻ യുവർ എനിമി ഫോൾസ് ഡോണ്ട് റിജോയ്സ്. അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. അറിയാതെ നമ്മുടെ ഹൃദയം ആനന്ദിച്ചു പോകും. നിശ്ചയമായും ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. എത്ര നാളായി, മെനി ഇയേഴ്സ് താൻ സമൂഹം വിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി വിട്ട് ഉള്ളിൽ പാർക്കുകയാണ്. ജീവിതം എപ്പോഴും എഡ്ജിൽ നിൽക്കുന്ന ഒരു അനുഭവം. ഓൾവേസ് ലിവിങ് ഓൺ ദി എഡ്ജ്. ജീവനോ മരണമോ ഭയപ്പെട്ട് ജീവിച്ച ദീർഘവർഷങ്ങൾ, അതിനൊരു അന്തം വരുമ്പോൾ ന്യായമായും സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദാവീദ് അങ്ങനെ സന്തോഷിച്ചതായി നാം കാണുന്നില്ല. തീർന്നല്ലോ എന്ന് പോലും പറഞ്ഞില്ല. 400 പേർ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചിന്തിക്കണം. 3000 പേരോളം തനിക്കെതിരായി ശൗൽ കൊണ്ടുവന്നു. എങ്കിലും there were 400 faithful men. ദാവീദ് സന്തോഷിച്ചില്ലെങ്കിലും ഈ 400 പേർക്ക്, കാരണം അവരും വീടുകളൊക്കെ വിട്ടേച്ച് വന്നതാണ്, അവരുടെ ഉള്ളത്തിലും സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദാവീദ് സന്തോഷിച്ചതായി നാം കാണുന്നില്ല. ഹി നെവർ റിജോയ്സ്ഡ്. 2, ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ അടക്കി വെച്ചതൊക്കെ പുറത്ത് പറയാൻ സാധ്യതയുള്ളത്. ഒരുപാട് നാൾ സഹിച്ചതൊക്കെ നമ്മൾ ഉള്ളത്തിൽ കണ്ടു. അതിങ്ങനെ നമ്മൾ ബോട്ടിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ യു ഫൈൻഡ് വൺ ഡേ ദ മാൻ ഈസ് ഗോൺ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു തകർച്ച സംഭവിച്ചു. ആ തകർച്ച സംഭവിച്ച് കഴിയുമ്പോൾ ഇത്രയും നാൾ നമ്മൾ അടക്കി വെച്ചതൊക്കെ ഈ പ്രഷർ കുക്കറിൻ്റെ സ്റ്റോപ്പർ തെറിക്കുന്ന പോലെ തെറിച്ച് എന്തെല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയോ? വി കണ്ടിന്യൂ ടു സേ. ദാവീദ് അങ്ങനെ ചെയ്തതായി തിരുവചനത്തിൽ കാണുന്നില്ല. പ്രധാനമായി ഞാൻ കണ്ട ഒരു കാര്യം, ന്യായമായും രാജാവ് നീക്കപ്പെട്ടപ്പോൾ അടുത്ത യോഗ്യൻ ദാവീദാണ്. 5-ാമത്തെ അധ്യായത്തിൽ സഹോദരങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ശൗൽ രാജാവായിരിക്കുമ്പോൾ തന്നെ നീ ഞങ്ങൾക്ക് നായകനായിരുന്നു എന്ന് ജനം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ നടുവിലാണ് പാർക്കുന്നത്. യു ആർ ദ ക്യാപ്റ്റൻ. അങ്ങനെ വരുമ്പോൾ അധികാരത്തിലേക്ക് പെട്ടെന്ന് കയറാൻ സാധ്യതയില്ലേ? ഡേവിഡ് വെയിറ്റഡ്. 5-ാമത്തെ അധ്യായത്തിലാണ് വാസ്തവത്തിൽ താൻ അധികാരത്തിലേക്ക് വരുന്നത്. ഈ 2-ാമത്തെ അധ്യായത്തിൽ ഈ അബ്നേർ ഈശ്ബശത്തിനെ രാജാവാക്കുന്നുണ്ട്. ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് ശൗലിൻ്റെ പിന്തുടർച്ചയായി ഈശ്ബശത്തിനെ രാജാവാക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും ദാവീദ് അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. 5-ാമത്തെ അധ്യായത്തിലാണ് ദാവീദ് രാജാവാകുന്നത്. ഹി വെയിറ്റഡ്, ഹി ഡിഡ് നോട്ട് ഹറി. മറ്റുള്ളവരുടെ സാധ്യതകൾ മങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള വഴി അടയുമ്പോൾ, നമുക്കത് തുറന്നു തരുമ്പോൾ പെട്ടെന്നത് ഉപയോഗിക്കുന്നതൊക്കെ വലിയ ദൈവകൃപയുടെ വഴികളല്ല. ഹി വെയിറ്റഡ്. എത്ര മനോഹരമാകുന്നു എന്ന് ചിന്തിക്കണം. ഇനി നമുക്ക് നോക്കാം ദാവീദിൻ്റെ പ്രതികരണം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഈ ദൂത താൻ വന്നപ്പോൾ ഇപ്രകാരം ഞാൻ പറഞ്ഞതായി കാണും. ഇസ്രയേലേ, നിൻ്റെ പ്രതാപമായവർ നിൻ്റെ ഗിരികളിൽ നിഹിതന്മാരായി, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? 26-ാം വാക്യത്തിലും 27-ാമത്തെ വാക്യത്തിലും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? when somebody falls in Christian life, ജീവിതത്തിൽ ഒരാൾക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ അതിനകത്ത് നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ പ്രതികരണം, വൈ ഡിഡ് ഹി ഫോൾ? ആരോടും പറയാനല്ല, മറ്റുള്ളവരോട് ചർച്ച ചെയ്യാനല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ നമുക്കൊരു പാഠമായി തീരാൻ, എ ലെസൺ ഫോർ us to follow. ആരോ ഒരാൾ പറഞ്ഞു, ഈ ജീവിതത്തിൻ്റെ തോൽവികളിൽ നിന്നാണല്ലോ നാം പഠിക്കുന്നത്. വി ലേൺ ലെസൺസ് ഫ്രം അവർ ഫെയിലിയേഴ്സ്, ഇല്ലേ? അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ ഫെയിലിയേഴ്സും കൂടെ ചെയ്യാനുള്ള ആ സമയം നമ്മുടെ ആയുസ്സിൽ കിട്ടത്തില്ല.
അപ്പം മറ്റുള്ളവർക്കുണ്ടാകുന്ന ഫെയിലിയറിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഒക്കുമോ എന്നുള്ളത് ഓർക്കണം. വി ലേൺ ഫ്രം ഫെയിലിയേഴ്സ് ആൻഡ് വി കനോട്ട് മേക്ക് ഓൾ ദ ഫെയിലിയേഴ്സ് ടു ലേൺ എവറിത്തിങ്. സോ യു ക്യാൻ ലേൺ ഫ്രം ദ ഫെയിലിയേഴ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവികളിൽ നിന്ന് എന്തുകൊണ്ടാണ് മനുഷ്യൻ വീണത് എന്ന് അപഗ്രഥിച്ച് നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാനല്ല, നോട്ട് ടു ടെൽ സംബഡി ബട്ട് ടു ലേൺ. അതുകൊണ്ട് ആ വാക്യത്തിന് വലിയ വലിയ പ്രസക്തിയുണ്ട്. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? എൻ്റെ ഫാദർ എപ്പോഴും പാടുന്ന, ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണ് തകർന്നു പോയ പോർക്കളത്തിൽ. നമ്മളെക്കാളൊക്കെ ഭക്തന്മാർ, നമ്മളെക്കാളൊക്കെ ശക്തന്മാർ, ശ്രേഷ്ഠന്മാർ വീണുപോയ ഒരു ലോകമാണ് ഈ ലോകം. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകൾ, താഴ്ചകൾ അവർക്ക് സംഭവിക്കുമ്പോൾ അതിനകത്തും നമ്മൾ പഠിക്കുകയാണ്, വൈ ഡിഡ് ദേ ഫോൾ. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം പഠിക്കണം. ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ചൊരു ജനം, മരുഭൂമിയിൽ കൂടെ നടന്ന ജനം, ചെങ്കടൽ കടന്ന ഒരു ജനം, പാറയിൽ നിന്ന് വെള്ളം കുടിച്ച ജനം, ദൈവത്തിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ അനുഗ്രഹം പ്രാപിച്ച ജനം, ഉയരത്തിൽ നിന്ന് മന്ന ലഭിച്ച ജനം, പിറുപിറുപ്പ് നിമിത്തവും പാപം നിമിത്തവും അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്ന് അപ്പസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം ഉടനെ പറയുകയാണ്, നമുക്ക് ഒരു ദൃഷ്ടാന്തമായി ഇത് സംഭവിച്ചു. This became an example for us. Learn. When people fail, learn why did they fail. നമ്മുടെ ജീവിതത്തിൽ പഠിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തിരുത്തുവാൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ ആദ്യത്തെ ചോദ്യം, ഈ വീരന്മാർ പട്ടുപോയത് എങ്ങനെ? താൻ തന്നെ ഒന്ന് വിലയിരുത്തി. 2, ദുഃഖം. ഇങ്ങനെയാണ് 1-ാമത്തെ അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യം നോക്കിക്കാട്ടെ. ഉടനെ ദാവീദ് തൻ്റെ വസ്ത്രം കീറി. ഈ അമാല്യക്കൻ ദൂതുമായി വന്നപ്പോൾ ദൂത് കേട്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി. കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. ഒരു ചെറിയ പ്രകടനമല്ലായിരുന്നു, ഒരു ചെറിയ ഷോ ഓഫ് അല്ലായിരുന്നു. ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചിലരൊക്കെ മരിച്ചു കഴിയുമ്പോഴേ നമ്മൾ സാധാരണ പെട്ടെന്നൊരു പ്രതികരണമുണ്ട്, ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് ആൻഡ് പ്രേയേഴ്സ്. ആ ഒരു വാചകം അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് വേഗത്തിൽ പോകുന്ന കാര്യം. അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ നാം കാണുന്നത്. ദാവീദ് ദുഃഖിച്ചു. ഇനി നോക്കിക്കാട്ടെ 12-ാമത്തെ വാക്യത്തിൽ, അവർ സൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രയേൽ ഗ്രഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയതുകൊണ്ട് വിലപിച്ച് കരഞ്ഞു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നു, സന്ധ്യ വരെ ഉപവസിച്ചു. ദാറ്റ് വാസ് ജെന്യുവിൻ സോറോ. ഒരു പ്രകടനമല്ലായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രസ് ചെയ്യാനായി ചെയ്തതുമല്ല. ജെന്യുവിൻ സോറോ. ട്രൂ ലവ് ഗ്രീവ്സ് ഓവർ ദ ഫോൾ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, തോൽവികൾ, പരാജയങ്ങൾ, വീഴ്ചകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ദുഃഖം ഉണ്ടാക്കണം. ദുഃഖം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് സ്നേഹമില്ലെന്ന് അതിൻ്റെ അർത്ഥം. സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ അവരുടെ വീഴ്ചകളിൽ, അവരുടെ തോൽവികളിൽ നമുക്ക് വേദനകൾ ഉണ്ടാകും. ഇനി ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയം പൊട്ടിക്കരയുന്നുണ്ടോ? ഇന്ന് എത്രയോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു ലോകത്തിൽ. ദൈവസഭയിലുള്ള വീഴ്ചകൾ, വിശ്വാസികളുടെ നടുവിലുണ്ടാകുന്ന വീഴ്ചകൾ, എങ്ങനെയൊക്കെയുള്ളത് കേൾക്കുന്ന സമയത്ത് വാട്ട് ഈസ് അവർ റിയാക്ഷൻ? ഡസ് ഇറ്റ് ബ്രേക്ക് അവർ ഹാർട്ട്? ഡസ് ഇറ്റ് ബ്രേക്ക് അവർ ഹാർട്ട്? കർത്താവിൽ പ്രസിദ്ധനായ ബോബ് പിയേഴ്സ് പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്, ഓ ഗോഡ്, ലെറ്റ് ദ തിങ്സ് ദറ്റ് ബ്രേക്ക് യുവർ ഹാർട്ട് ബ്രേക്ക് മൈ ഹാർട്ട് ഓൾസോ. നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതെല്ലാം എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണം. വെൻ പീപ്പിൾ ഫെയിൽ, നമ്മുടെ സഹവിശ്വാസികൾക്ക് ജീവിതത്തിൽ താഴ്ചകളും വീഴ്ചകളും നഷ്ടങ്ങളും വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയ വേദനയുണ്ടാകണം. കാരണം ട്രൂ ലവ് ഓൾവേസ് ഗ്രീവ്സ്.
ഞാനൊന്ന് ഇവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇറ്റ് ഷോസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയമാണ്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൻ്റെ 37-ഉം 38-ഉം വാക്യത്തിൽ കർത്താവ് തൻ്റെ ക്രൂശിനോട് അടുക്കുന്ന സന്ദർഭമാണ്. താൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരെ സ്നേഹിച്ചു, അവരെ നേടുവാൻ ആഗ്രഹിച്ചു. എങ്കിലും അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദേശത്തിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് കർത്താവിന് കാണാൻ കഴിഞ്ഞു. ഇത് കണ്ടുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുന്നതായി നാം കാണുന്നു. 37-ാം വാക്യത്തിൽ 23-ാമത്തെ അധ്യായത്തിൻ്റെ, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ജീസസ് വാസ് വീപ്പിംഗ്. ജീസസ് വെപ്റ്റ്. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അത് ശപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല, വേദനയോടെ പറഞ്ഞ കാര്യമാണ്. സോ കർത്താവിൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയമാകണം. ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ സഹവിശ്വാസികൾക്ക്, മറ്റുള്ളവർക്കൊക്കെ വീഴ്ചകൾ, താഴ്ചകൾ, നഷ്ടങ്ങൾ ഒക്കെ ലോകത്തിൽ കുടുംബങ്ങളിലുണ്ടാകും. ആ സമയത്ത് നമ്മുടെ ഹൃദയം വേദനിക്കണം. കർത്താവ് കരഞ്ഞതുപോലെ കരയുവാൻ നമുക്ക് ഇടയാകണം. അതുകൊണ്ടാണ് ദാവീദ് കരഞ്ഞത്. നോ വണ്ടർ ഇറ്റ് ഈസ് സെഡ് അബൌട്ട് ഹിം, ഹി ഹാഡ് എ ഹാർട്ട് ലൈക്ക് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയം പോലെയുള്ളൊരു മനുഷ്യൻ. അടുത്തതായിട്ട് നോക്കിക്കാട്ടെ, തൻ്റെ ജീവിതത്തെ ഈ സമയം ശോധന ചെയ്യാനായി ഉപയോഗിച്ചു. ഒന്നാമത്, ശൗലിൻ്റെ വീഴ്ച തൻ്റെ ജീവിതത്തെ ശോധന ചെയ്യാൻ ഉപയോഗിച്ചു. 2, ശൗലിൻ്റെ വീഴ്ചയിലും യോനാഥാൻ്റെ നഷ്ടത്തിലും തൻ്റെ ഹൃദയം തകർന്ന് പൊട്ടിക്കരഞ്ഞു. ലവ് ഗ്രീവ്ഡ്. 3, ലവ് കവേഴ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. വിജാതികളുടെ ഇടയിലാകട്ടോ. അസ്കലോൺ വീഥികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഡോണ്ട് ടെൽ ഇറ്റ് ടു അതേഴ്സ്. നമുക്കുണ്ടായ നഷ്ടം, അവരുടെ വീഴ്ച പ്രസിദ്ധമാക്കേണ്ടതല്ല. പ്രത്യേകിച്ച് ഫെലിസ്ത്യർ ഇത് കേൾക്കാൻ ഇടയാകരുതേ. അവിടെ നിങ്ങളിത് ഘോഷിക്കരുതേ. ഇന്നത്തെ കാലത്തിന് നേരെ വിരുദ്ധമായ സ്വഭാവമല്ലയോ എന്ന് ചിന്തിക്കണം. പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പലതും തുറന്നങ്ങ് പറയും, വളരെയധികം വേദനിപ്പിക്കും. വി ടെൽ സ്റ്റോറീസ്. ചിലരൊന്നും പറയത്തില്ല, പറയാതൊരു കാര്യം പറയും. എന്താ പറയുന്നതെന്നറിയോ? എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ഇപ്പോൾ അത് പറയുന്നില്ല. അതൊരു വലിയൊരു പറച്ചിലാണ്. അത് അറിയാമോ? അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ കൂടെ പോകുന്ന എന്നാണെന്നറിയാമോ? എന്തൊക്കെയോ പറയാൻ ഈ മനുഷ്യനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നമുക്കൊക്കെ വളരെ വണ്ടർഫുള്ളായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ്, പ്രത്യേകിച്ച് മലയാളികളെ നമുക്കുണ്ടെന്നാണ് എൻ്റെ വിചാരം. വി ആർ വെരി ഗിഫ്റ്റഡ്. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എനിക്ക് പറയാൻ, ഈ മനുഷ്യനെക്കുറിച്ച് പറയാൻ പലതുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ വി ആർ ടെല്ലിങ് ലോട്ട് ഓഫ് സ്റ്റോറീസ്. ദാവീദിൻ്റെ പ്രതികരണം ഒന്ന് നോക്കിയേ. ഗത്തിൽ ഇത് പറയരുത് കേട്ടോ, അന്യജാതിക്കാരിത് കേൾക്കാൻ ഇടയാകരുതേ, ആരും ഇത് പ്രസിദ്ധമാക്കാൻ ഇടയാകരുതേ എന്ന് പറയുകയാണ്. എത്ര മനോഹരമായി നാം അത് കാണുന്നു. ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ വി ട്രൈ ടു പബ്ലിസൈസ് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. യൂട്യൂബും വാട്സപ്പും മറ്റ് മീഡിയയും ഫേസ്ബുക്കും ഒക്കെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും ഇക്കാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വ്യക്തിഹത്യക്കാണ്. ടു ഡിസ്ട്രോയ് പീപ്പിൾ. എത്ര ആളുകൾ
അത് നിമിത്തം ദുഃഖിക്കുന്നു, ഇല്ലയോ? എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ഇത് ഘോഷിക്കാനുള്ള കാര്യമല്ല. ഡോണ്ട് പബ്ലിഷ് ദ റോങ് ഡൂയിങ്, പ്രൈവറ്റ് ലൈഫ് ഓർ ഫെയിലിയർ ഓഫ് അതേഴ്സ്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ വ്യക്തിയോട് പോയി പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. തിരുത്തുവാനുള്ള വഴികൾ ഒരുക്കുവാൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. യു കൻ ഡു ദാറ്റ്. പക്ഷേ ലോകത്തിൽ ഒരു പാട്ടാക്കാൻ, ഒരു ഗാനമാക്കാൻ നമുക്ക് അനുവാദമില്ല. തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. 1 പത്രോസ് 4:8 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ലവ് കവേഴ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഇപ്പം ഞാനൊരു വാക്യം പറയാം. ആ വാക്യം പറയുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ചേർന്ന് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ, നമ്മൾ സാക്ഷ്യമായിട്ട് പറയുന്നത് കേട്ടോ. സാക്ഷ്യം പറയാൻ അങ്ങോട്ട് തുടങ്ങുമ്പം പറയുന്നതാണ്, കർത്താവ് എൻ്റെ ലംഘനം ക്ഷമിച്ചതുകൊണ്ടും പാപം മറച്ചതുകൊണ്ടും ഞാനൊരു ഭാഗ്യവാനാണ്. ഞാൻ ഭാഗ്യവാനായതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? ആർക്കെങ്കിലും എൻ്റെ സ്വഭാവത്തെ ലോകത്തിൻ്റെ മുമ്പിൽ നന്നായി വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതെൻ്റെ ദൈവത്തിനാണ്. തമ്പുരാൻ തീരുമാനിച്ചു, അവൻ്റെ പാപത്തെ ഞാൻ ക്ഷമിക്കുന്നു, അവൻ്റെ പാപത്തെ ഞാൻ മറയ്ക്കുന്നു. കുഞ്ഞുങ്ങളോട് പറയാറുള്ളതുപോലെ, ജീസസ് പുട്സ് അവർ സിൻ ഇൻ ദ ഡീപ്പസ്റ്റ് സീ ആൻഡ് പുട്സ് ഓൺ എ പ്ലക്കാർഡ് സേയിങ് നോ ഫിഷിംഗ്. കർത്താവ് നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡ് വെക്കും, ഇവിടെ മത്സ്യബന്ധനം ഇല്ല. അങ്ങനെ ക്ഷമിച്ചതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വീഴ്ചകളും എൻ്റെ കർത്താവ് പ്രസിദ്ധപ്പെടുത്തിയിരുന്നെങ്കിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. God was merciful. He forgave and He covered my sins. ആ ഒരു ഹൃദയം നമുക്കുണ്ടാകണോ ഇല്ലയോ? We need to have that heart. ദാവീദ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിന് ആർക്കെങ്കിലും കൊട്ടാരത്തിൽ ഈ മനുഷ്യൻ്റെ കൂടെ താമസിച്ച് ശൗലിൻ്റെ ക്രിയകളെയും കൃതികളെയും കുറിച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അത് ദാവീദിനാണ്. നേരിട്ട് അനുഭവിച്ച മനുഷ്യനാണ്, സെക്കൻഡ് ഹാൻഡ് ന്യൂസ് അല്ല. അദ്ദേഹം അത് തുടർന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. നടന്ന സംഭവത്തിൻ്റെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ വേറൊരു സ്റ്റോറി കൊണ്ടുവന്നൊരു അമാല്യക്കനുണ്ടല്ലോ, ഇല്ലയോ? ഒരു ഡിസ്റ്റോർട്ടഡായിട്ടൊരു ന്യൂസ് കൊണ്ടുവന്നു. അത് ഞാൻ മനസ്സിലാക്കിയല്ലോ. ശൗല് കുന്തത്തിൻ്റെ മേൽ മരണത്തോടടുക്കുമ്പോൾ തൻ്റെ സ്വന്തം വാളിന്മേൽ വീണാണ് മരിച്ചത്. എങ്കിലും ഒരു അമാല്യക്കൻ അതിനൊരല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ കാണിച്ച് ഭംഗിയാക്കി ഒരു നല്ലൊരു സ്റ്റോറിയാക്കി കൊണ്ടുവന്നു. ദാവീദ് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇതിനി മുന്നോട്ട് പോകാൻ പാടില്ല. ആ അമാല്യക്കനെ കൊന്നുകളഞ്ഞു. കാരണം എന്നാണെന്നറിയാവോ? യഹോവയുടെ അഭിഷക്തനെ അവൻ കൊന്നു എന്ന് അവൻ്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞതുകൊണ്ട് നിൻ്റെ നാവ് തന്നെ നിന്നെ കുറ്റം വിധിക്കുന്നു എന്ന് പറഞ്ഞാണ്. നീതിയോടെ തന്നെയാണ്. ഹീ പുട്ട് എ സ്റ്റോപ്പ് ടു ദി അതർ സ്റ്റോറി. അപ്പോൾ നമ്മുടെ നടുവിൽ കൂടെ പരക്കുന്ന ചില അതർ സ്റ്റോറീസിനൊക്കെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടാമെങ്കിലുണ്ടല്ലോ, എത്ര അനുഗ്രഹമായിരിക്കും നമ്മുടെ സമൂഹം. ഹൗ ബ്ലെസ്സഡ് അവർ സൊസൈറ്റി വിൽ ബി. ദൈവസ്നേഹം. കർത്താവേ, നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഉള്ളത്തെ നിറയ്ക്കണമെന്ന് പ്രത്യേകം നാം പ്രാർത്ഥിക്കണം. ഇനി നോക്കാട്ടെ, 4-ാമതായി ദാവീദ് ചെയ്ത കാര്യം 19-ാമത്തെ വാക്യം മുതൽ 22-ാം വാക്യത്തിലൊക്കെ യോനാഥാനെയും സൗലിനെയും പ്രകീർത്തിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഉടനെ കേട്ട ഉടനെ ചിന്തിക്കുമായിരിക്കും, ഓ ദാറ്റ് ഐ ഓൾസോ ഡു, വി ഓൾസോ ഡു.
കാരണം ഈ ഫ്യൂണറൽ സർവീസിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഒരുപാട് ഉയർത്തി പറയുന്നില്ലയോ? പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ചരമ പ്രസംഗത്തിൽ ഈ വന്നിട്ടുള്ളവരൊക്കെ ഒരുപാട് പ്രകീർത്തിച്ചപ്പം അമ്മ മോനോട് പറഞ്ഞു, മോനെ ഒന്ന് നോക്കിക്കാട്ടെ, നമ്മുടെ അപ്പച്ചൻ തന്നെയാണോ അവിടെ കിടക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് കഴിയും. പക്ഷേ അങ്ങനെ പറഞ്ഞതല്ലിത്. ഈ ജെനുവിൻലി സെഡ്. നോക്കിക്കാട്ടെ, 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഹൗ ഗ്രേറ്റ് ദേ ആർ. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, ഇസ്രായേലേ നിൻ്റെ പ്രതാപമായവർ. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു. യു ആർ ദ ബ്യൂട്ടി ഓഫ് ഇസ്രായേൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. തന്നെ ഉപദ്രവിച്ച മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദേ ആർ ദ ബ്യൂട്ടി ഓഫ് ഇസ്രായേൽ. ഇനി നോക്കിക്കാട്ടെ, 22-ാമത്തെ വാക്യത്തിനകത്ത് യോനാഥാനെക്കുറിച്ച് പറയും. യോനാഥാൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിരുന്നെന്നാണ്. എത്ര മനോഹരമായി അവൻ യുദ്ധം ചെയ്തു എന്ന് വർണ്ണിക്കുകയാണ്. അതുമാത്രമല്ല, താഴോട്ട് പറഞ്ഞിരിക്കുന്നു, ശൗലിൻ്റെ വാൾ വൃഥാ പോന്നതുമില്ല, ഓൾവേസ് സക്സസ്ഫുൾ ഇൻ ബാറ്റിൽ. അപ്പോൾ തൻ്റെ വീഴ്ചയിലേക്ക് കാരണം, അല്ലെങ്കിൽ തനിക്ക് ദുഃഖത്തിന് കാരണമായി തീർന്നവരെ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്നതിന് പകരം അവരെ പ്രകീർത്തിച്ച് മനഃപൂർവ്വമായി പറയുവാൻ ഉള്ള കൃപ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നിട്ട് 24-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ കന്യകമാരെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. 24-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ, ഇസ്രായേൽ പുത്രിമാരെ, ശൗലിനെ ചൊല്ലി നിങ്ങൾ കരയണം. കാരണം പറഞ്ഞു കൊടുത്തു. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു. അവർ പോയി യുദ്ധം ചെയ്ത് കൊള്ളയായി കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്കൊക്കെ ധാരാളമായി തന്നതുകൊണ്ട് ഹി ഹെൽപ്പ് യു ടു ഡ്രസ് യു ബ്യൂട്ടിഫുള്ളി. നിങ്ങളെയൊക്കെ നന്നായി വസ്ത്രം ധരിപ്പിക്കുന്നതിന് ഈ ശൗൽ എത്ര മനോഹരമായി കാര്യങ്ങൾ കൊണ്ടുവന്നതോ നിങ്ങളത് ഓർക്കണം. അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ കരയണം. അതുമാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ മേൽ പൊന്നാഭരണം അണിയിച്ചു. അപ്പോൾ അവിടെ പറയുന്നതിൻ്റെ കാര്യം, അവർ നേടിയ നേട്ടങ്ങൾ, വാട്ട് ദേ ഹാവ് അക്കംപ്ലിഷ്ഡ്, എത്ര മനോഹരമായി അദ്ദേഹം പറയുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കണം. അപ്പോൾ ഉടനെ ചിന്തിക്കൂ, ഇത്രയും ദോഷം ചെയ്ത മനുഷ്യനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എങ്ങനെ പറയാൻ ഒക്കുമെന്നില്ലേ? പോഷ്ക്ക് പറയുന്നതാണോ? അല്ല. ഈ ഫിലിപ്പ് ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവേൻ. So if you are able to think about the good side of the people, you will always have something to say good about them. പലപ്പോഴും നമ്മുടെ ഒരു പരാജയം ഞാൻ പറയാം. നമ്മളോടുള്ള ബന്ധത്തിൽ അവർ ചെയ്ത ദോഷങ്ങൾ മാത്രമാണ് നമ്മുടെ മെമ്മറി ബാങ്കിനകത്തിരിക്കുന്നത്. സൽഗുണവും പുകഴ്ചയും സൽകീർത്തിയായിട്ടുള്ളതൊക്കെ നമ്മുടെ ചിന്തയ്ക്കകത്ത് വരുന്നേ ഇല്ല. ദാവീദിനിത് പറയാൻ മറ്റെത്രയോ കാര്യങ്ങൾ, കുന്തമെറിഞ്ഞതും തന്നെ വേദനിപ്പിച്ചതും കാടുകളിൽ തനിക്കെതിരായി പോരാടിയതും ഇതെല്ലാം തനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ ഹി ഓൾസോ തോട്ട് അബൌട്ട് ദ ഗുഡ് തിങ്സ് ദേ ഹാവ് ഡൺ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ചിന്തകളെ ഒന്ന് തിരിച്ചു വിടാൻ കഴിയുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഹൗ ക്യാൻ വി കൺട്രോൾ വാട്ട് വി സേ? കൺട്രോൾ വാട്ട് യു തിങ്ക്. എന്നാൽ പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലം ശത്രുവിൻ്റെ വിളയാട്ട് സ്ഥലമാണ്. അവർ മൈൻഡ് ബിക്കംസ് ദ പ്ലേ ഗ്രൗണ്ട് ഓഫ് ദ ഡെവിൾ. ആൻഡ് സോ അവർ വേർഡ്സ് ആർ നോട്ട് ഗോഡ്ലി വേർഡ്സ്. അവർ വേർഡ്സ് ആർ ഹേർട്ടിംഗ് വേർഡ്സ്. 5-ാമതായി, ഫൈനലി ദിസ് ഈസ് വാട്ട് വി സീ. 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്ക് ഇതെന്നെ വളരെ അതിശയിപ്പിച്ചു. 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു,
യോനാഥാനെയും കുറിച്ച് 17 മുതൽ വായിക്കട്ടെ. അനന്തരം ദാവീദ് ദുഃഖിച്ചതിന് ശേഷം, കരഞ്ഞതിന് ശേഷം, ദാവീദ് ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. പാട്ടെഴുതി കേട്ടോ. ദൈവം കൊടുത്ത വിടുതലിനെ കുറിച്ചൊക്കെ 18-ാം സങ്കീർത്തനത്തിൽ പാട്ടെഴുതിയിട്ടുണ്ട്. ദൈവം ഒരു കൃപാവരം കൊടുത്തതാണ്. ഇസ്രയേലിൻ്റെ മധുരഗായകനാണ്. ഹീ കുഡ് റൈറ്റ് സോങ്സ്. എന്നാൽ ഇവിടെ ശൗലും യോനാഥാനും മരിച്ചു കഴിഞ്ഞപ്പോൾ, തൻ്റെ ശത്രുക്കൾ വീണ് കഴിഞ്ഞപ്പോൾ, അപ്പോഴും അദ്ദേഹം ഒരു പാട്ട് എഴുതി. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഈ വിലാപഗീതം ചൊല്ലി. അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല. ഉടനെ പറഞ്ഞിരിക്കുന്നു, യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പാൻ കൽപ്പിച്ചു. ഈ പാട്ടെഴുതിയേച്ച് പോക്കറ്റിലിട്ട് വീട്ടിൽ പോകുകയല്ലായിരുന്നു. ഈ പാട്ട് പഠിപ്പിച്ചത് ആരെയാന്ന് ശ്രദ്ധിച്ചോ? യഹൂദ മക്കളെ, ബെന്യാമീൻ ഗോത്രക്കാരെ അല്ല. ബെന്യാമീൻ ഗോത്രക്കാർക്ക് അവരുടെ ചിന്തയിൽ അവരുടെ ശൗല് വലിയവൻ തന്നെയാണ്. യഹൂദ മക്കൾക്ക് അങ്ങനല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ ഈ പാട്ട് പഠിക്കണം, ഇത് നിങ്ങൾ ചൊല്ലണം. ഈ പാട്ടും പ്രോസും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാവോ? പല പ്രോസും മറന്നുപോകും. പഴയ പാട്ട് ഇപ്പോഴും ഓർക്കും. ഓർക്കണമെന്നുണ്ടെങ്കിൽ അത് പാടണം. പാടുന്നതാണ് ഓർക്കുന്നത്. അപ്പോൾ ഈ ഭക്തൻ തീരുമാനിച്ചു, ഈ മനുഷ്യനെക്കുറിച്ചുള്ള നല്ല കാര്യം ഈ ജനം മറന്നു പോകരുത്. സോ ലെറ്റ് മീ റൈറ്റ് എ സോങ് ഫോർ ദം. നിങ്ങളിത് പാടണം. ഞാനിപ്രകാരം അതിനൊരു തലക്കെട്ട് കൊടുക്കട്ടെ: എസ്റ്റാബ്ലിഷ് എ മെമ്മറി ഫോർ യുവർ എനിമി. നിൻ്റെ ശത്രുവിനെ ഒരു നല്ല മെമ്മോറിയൽ നമ്മുടെ മനസ്സിൽ എന്നാണെന്നറിയാവില്ലേ? അവൻ്റെ ഓർമ്മ ഭൂമിയുടെ പരപ്പിന്നേ പോകണമെന്നാണ്. നോ വാട്ട് ഡേവിഡ് സെഡ്? വി മസ്റ്റ് റിമെമ്പർ സോൾ ആൻഡ് ജോനത്തൻ. മറക്കണേന്നല്ല, അവരെ ഓർക്കണം. ഇത് സാധാരണ ഹൃദയമല്ല. ഇത് സാധാരണ ഹൃദയമല്ല, ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഇന്ന് രാത്രി ദൈവവചനം നാം കേൾക്കുമ്പോൾ ഇങ്ങനൊരു ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു ഹൃദയം വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് നിറയണം. ഞാൻ ആദ്യം ദൈവവചന ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ബട്ട് വെരി ഓഫൺ വി ഡോണ്ട് വാക്ക് ബൈ ദ സ്പിരിറ്റ്. നമ്മിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിച്ചു, ആത്മാവിനെ കെടുത്തിയും, ക്വെഞ്ചിങ് ദ സ്പിരിറ്റ് വി വാക്ക്. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായോ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. ഫുൾ സ്റ്റോപ്പ് അല്ല, സ്ഥിരമായുള്ളൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണം. റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. ഇങ്ങനെ ജീവിച്ചാൽ ഒരുപാട് കോസ്റ്റ്ലി ആയില്ലയോ? ഇങ്ങനെ ജീവിച്ചാൽ ലാഭമുണ്ടോ? ഇസ് ഇറ്റ് പ്രോഫിറ്റബിൾ? ഇതൊരു നഷ്ടമല്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ചിന്ത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് തോൽവികളൊക്കെ വന്നെങ്കിലും ഹി ബിക്കെയിം കിങ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യഹൂദ ഗോത്രത്തിൽ ഉള്ളവർ ചേർന്ന് വന്ന് രാജാവാക്കി. മറ്റുള്ള ഗോത്രക്കാർ പിന്നീട് അവനോട് ചേർന്നു. ഹി ബിക്കെയിം കിങ്. ഹി ബിക്കെയിം എ വെരി സക്സസ്ഫുൾ കിങ്. നീണ്ട 40 വർഷക്കാലം ദൈവത്തിൻ്റെ ജനത്തെ നടത്തി. അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. അടുത്തത് പറയാം. ഈ ബിക്കം എ സ്ട്രോങ് കിങ്. ശക്തനായ രാജാവായി. അദ്ദേഹത്തിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചൊന്ന് നോക്കിക്കേ. ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് കിങ്ഡം.
ദൈവം ഈ ഭക്തൻ്റെ രാജ്യത്വത്തെ ഉറപ്പിച്ചു. അവനോടൊരു പ്രോമിസ് ചെയ്തു. ഇന്നും തമ്പുരാൻ മറന്നിട്ടില്ല. നിന്റെ സിംഹാസനത്തിലിരുപ്പാൻ ഒരു പുരുഷ പ്രജ ഇല്ലാതെ വരികയില്ല എന്ന് ദൈവം തന്നെ അവനോട് സത്യം ചെയ്തു. തെറ്റിയോ? എന്തെല്ലാം സംഭവങ്ങൾ യഹൂദ ഗ്രഹത്തിലും ഇസ്രയേൽ ഗ്രഹത്തിലും ഒക്കെ വന്ന് സംഭവിച്ചെങ്കിലും തമ്പുരാൻ്റെ കരത്തിൻ്റെ ഉള്ളിൽ ആ ഗ്രഹത്തെ ദൈവം കാത്ത്, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പിന്തുടർച്ച ഇങ്ങോട്ട് വന്ന് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചവനായ യേശു ക്രിസ്തു. ഇന്നും അന്നത്തെ കാലത്ത്, കർത്താവ് ഈ ഭൂമിയിലുണ്ടായിരുന്ന കാലത്ത്, വഴിയെ കൂടെ നടന്നു പോകുമ്പോൾ കുരുടനും ദുഃഖിതനും കുഷ്ഠരോഗിയും ഒക്കെ വിളിച്ചു പറയുന്നൊരു വാചകമുണ്ട്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. വേർ ഡിഡ് ദാറ്റ് കം ഫ്രം? എവിടെ നിന്ന് വന്ന? തമ്പുരാൻ്റെ ഉടമ്പടി. 1-ാമത്തെ രാത്രി പറഞ്ഞ വാചകം ഞാനൊന്ന് പറയട്ടെ: ഇറ്റ് പേയ്സ് ടു ലിവ് എ ഗോഡ്ലി ലൈഫ്. ലോകത്തിൽ അനേകരും ചിന്തിക്കുന്നത് ഇത് നഷ്ടമാകട്ടോ, എന്തൊരു ചിലവാണ്, എന്തൊരു സാക്രിഫൈസാണ്. ലോകത്തിലുള്ളവർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ ഒക്കുന്നില്ലല്ലോ. ഇറ്റ് പേയ്സ് ടു ലിവ് എ ഗോഡ്ലി ലൈഫ്. ഇപ്രകാരം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു: ലവ് വിൽ ഓൾവേസ് വിൻ. ഗോഡ്ലിനെസ് വിൽ ഓൾവേസ് ട്രയംഫ്. ദൈവഭക്തി ആത്യന്തികമായി ജയിക്കും. 2, സ്നേഹം ഏത് സാഹചര്യത്തെയും ജയിക്കും. കർത്താവെ, സ്നേഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അത് കിട്ടാനൊരു വഴിയേ ഉള്ളൂ. ഒരു പാട്ടിൻ്റെ ചരണം ഞാൻ പറയാം: സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. ഒറ്റ വഴിയേ ഉള്ളൂ: എന്നിൽ നിന്റെ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കമ്മ്യൂണിറ്റി. ഈ കൺവെൻഷനിൽ, പ്രത്യേകിച്ച് സന്ധ്യായോഗങ്ങളിൽ എന്ത് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ച ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടു. ഇത് പറയണം എന്ന് എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി വന്നതിൻ്റെ കാരണം, എബ്രായർ 6-ന്റെ 1-ാം വാക്യം, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം വീണ്ടും ഇടാതെ. ദോസ് ആർ അവർ ഫൗണ്ടേഷൻ. അതിനെല്ലാം പ്രസക്തിയുണ്ട്. ലെറ്റ് us go one step higher. ഒരു പടിയൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. തലകളെ ഉണക്കിക്കാട്ടെ. പ്രാർത്ഥിക്കാൻ പോകും. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സ എന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം
പകരണമേ ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്ക. എല്ലാം അങ്ങേ മഹത്വത്തിനാ ആത്മാവിൽ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനം പകരണമേ. ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനം പകരണമേ. എല്ലാം അങ്ങേ പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മറ്റുള്ളവരുടെ വീഴ്ചയിൽ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാൻ. വീഴ്ചകൾ വരുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം ദുഃഖിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ തകർച്ചയിൽ നാമും ദുഃഖിക്കാൻ. കുറവുകളെ പ്രസിദ്ധമാക്കുന്ന കൂട്ടത്തിലല്ല, അരുതാത്ത കഥകളെ സ്റ്റോപ്പ് ചെയ്യുന്ന, ഫുൾ സ്റ്റോപ്പ് ഇടുന്ന, മറച്ചു വെക്കുന്ന നല്ല സ്വഭാവം. വേദനിപ്പിച്ചവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള കൃപ. ലോകത്തിൽ നിന്ന് അവരുടെ ഓർമ്മ നീക്കപ്പെടണമെന്നുള്ള ആഗ്രഹമല്ല. ദൈവമേ, ആ ഓർമ്മ നിലനിൽക്കാനിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. ലോർഡ് ഗിവ് us എ ഹാർട്ട് ലൈക്ക് യുവർ ഹാർട്ട്. പഴയ നിയമകാലത്ത് ദൈവഭക്തന് അത് കൊടുത്തെങ്കിൽ പുതിയ നിയമകാലത്ത്, കൃപ വ്യാപരിക്കുന്ന കാലത്ത്, പരിശുദ്ധാത്മാവ് ധാരാളമായി പകർന്ന ഈ കാലത്ത് വിശ്വാസികൾക്കത് തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവിനെ കൊന്ന് കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ച ആ സംഭവത്തിൽ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞ വാക്കുകൾ എനിക്ക് വെറുപ്പില്ല. ഐ ഫോർഗിവ്. ഈ കൺവെൻഷൻ നമ്മുടെ വിശ്വാസ സമൂഹത്തെ ശക്തമായി ചേഞ്ച് ചെയ്യണം. നമ്മുടെ അറ്റ്മോസ്ഫിയർ 50 വർഷം പിന്നിടുകയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, വളരെ മനോഹരമാകണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടി അടുത്ത് വരണം. നമ്മുടെ ഭാഷ അങ്ങോട്ട് ശരിയായില്ലെങ്കിലും അവർക്ക് മനസ്സിലാകുന്ന വേറൊരു ഭാഷയുണ്ട്. ആ ഭാഷ അവർ കേൾക്കട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ. ഈ ആലയം അതുകൊണ്ടങ്ങ് നിറയട്ടെ. ഇതിനകത്തുനിന്ന് അത് പുറത്തേക്ക് ഒഴുകട്ടെ. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുന്നു. ഇഫ് യു റിയലി ഡിസയർ, ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. കർത്താവെ, ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല, പക്ഷേ നീ എനിക്ക് കൃപ തരണം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ്റെ സ്വഭാവം പകരണം. ദിവ്യ തേജസ്സാൽ ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നിറച്ച് വിടണം. തിരിച്ച് ഞങ്ങളെ കാറിൽ കയറുമ്പോൾ തന്നെ another experience, Lord Jesus, ദൈവം തരും നിശ്ചയമായും. വാഴ്ത്തപ്പെട്ട കർത്താവേ,
കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കില്ലാത്ത സ്വഭാവം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങ് തരണം. അങ്ങയോട് ചേർന്നിരിക്കുന്നു. കർത്താവെ, നിന്നെ പോലെ ആയിത്തീരാൻ ഞങ്ങൾക്ക് വരം അങ്ങ് തരണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ ഗായക സംഘം പാട്ടുപാടും. ആ സമയത്ത് നമുക്ക് സ്തോത്ര കാഴ്ച ദൈവസന്നിധിയിൽ അർപ്പിക്കാം.